2026 വിജയ തുടർച്ചയ്ക്ക് നിവിൻ പോളി താരത്തെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ബേബി ഗേൾ. ചിത്രത്തിന്റെ റിലീസ് തീയതി അനൗൺസ് ചെയ്തിരിക്കുകയാണ് നിവിൻ. വീണ്ടും ഹിറ്റടിക്കാൻ നിവിൻ പോളി എത്തുന്നു. പുതുവർഷത്തിൽ വിജയ തുടർച്ചയ്ക്ക് തന്നെയാണ് താരത്തിന്റെ പുറപ്പാട്. ക്രിസ്മസ് റിലീസായി എത്തിയ സർവം മായയിലൂടെ കരിയറിലെ ഏറ്റവും വലിയ വിജയം തന്നെയാണ് താരം സ്വന്തമാക്കിയത്. നിവിന്റെ ആദ്യ 100 കോടി ക്ലബ്ബ് ചിത്രം കൂടിയാണ് സർവം മായ. മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഹൊറർ കോമഡി ജേണറിലെത്തിയ ചിത്രം ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകരും സ്വീകരിച്ചത്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രം നിവിൻ പോളിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് കൂടിയായിരുന്നു. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ബോക്സ് ഓഫീസിൽ ഇപ്പോഴും നേട്ടമുണ്ടാക്കി ചരിത്രം കുറിക്കുകയാണ് ചിത്രം. 19 ദിവസങ്ങൾ കൊണ്ടാണ് പ്രധാന ബോക്സ് ഓഫീസ് നേട്ടം ചിത്രം സ്വന്തമാക്കിയത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ 10 ചിത്രങ്ങളുടെ നിരയിലേക്കാണ് സർവമായയും എത്തിയത്. റിപ്പോർട്ടുകൾ പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 150 കോടിക്കടുത്താണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയത്. ഇതോടെ മലയാളത്തിലെ ഓൾ ടൈം ഹയസ്റ്റ് 10ലേക്ക് ചിത്രം എത്തിയിരിക്കുകയാണ്. 10ാം സ്ഥാനത്തുണ്ടായിരുന്ന മോഹൻലാൽ ചിത്രം ലൂസിഫറിനെ പിന്തള്ളിയാണ് സർവമായ 10ാം സ്ഥാനത്തേക്ക് എത്തിയത്. 129 കോടിയായിരുന്നു സർവമായയുടെ ലൈഫ് ടൈം ഗ്രോസ്. എന്നാലിതാ 2026 തൂക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് നിവിൻ പോളിയുടെ പുതിയ ചിത്രം എത്തുന്നത്. അതായത് ഈ വിജയത്തിന്റെ ആവേശം കെട്ടടങ്ങും മുൻപാണ് പുതുവർഷത്തിലെ നിവിന്റെ അടുത്ത ചിത്രം കൂടി തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് സനൽ മാത്യു എന്ന കഥാപാത്രമായാണ് നിവിൻ പോളി അടുത്ത ചിത്രത്തിൽ എത്തുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം ബേബി ഗേൾ ആണ് ഇപ്പോൾ റിലീസിന് ഒരുങ്ങുന്നത്. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം കൂടിയാണിത്. ചിത്രത്തിന്റെ റിലീസ് തീയതി അനൗൺസ് ചെയ്തിരിക്കുകയാണ് നിവിൻ പോളി. 2026 ജനുവരി 23-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സർവമായ ബോക്സ് ഓഫീസിൽ തേരോട്ടം തുടരുന്ന തിയേറ്ററുകളിലേക്കാണ് ബേബി ഗേളും എത്തുന്നത്. ഇതാണ് ചിത്രത്തിലെ മറ്റൊരു കൗതുകം. ഗരുഡൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. ലിസ്റ്റൻ സ്റ്റീഫിന്റെ മാജിക് ഫ്രെയിംസും നിവിൻ പോളിയും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളായ ട്രാഫിക്, ഹൗ ഓൾഡ് ആർ യു എന്നിവയ്ക്ക് ശേഷം മാജിക് ഫ്രെയിംസിന് വേണ്ടി ബേബി സഞ്ജയ് തിരക്കഥയൊരുക്കുന്ന 3ാമത്തെ ചിത്രം കൂടിയാണിത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.